ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു. അനുമോളെ, മമ്മ ഓടി വായോ. എത്ര നാളെ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. അല്ല, ആന്റി മാത്രമാണോ വന്നേ? എവിടെ വാവയ്ക്ക് എന്തിയേ? അങ്കിളൊക്കെ എവിടെ? അല്ല, വാവയുണ്ട്, പപ്പയുണ്ട്. വാവയും വാവയുടെ പപ്പയും കൂടെ പൂക്കളുടെ ഇടയിലുണ്ടാവും. കുഞ്ഞൂസിന് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കൊച്ചങ്ങൾ വളർന്നു വലുതായില്ല, പണ്ടത്തെ പീക്കിലാന്ന് പറയില്ല. ഒന്ന് പോയ ആന്റി, എപ്പോഴും ഞാൻ ഒരേ പോലെ ഇരിക്കുവോ? എന്തടി പെണ്ണെ, നീ എന്തിനാ കിടന്ന് കറിയേ? സോഫി, നീ എപ്പോഴാ ഇവിടെ എത്തിയേ? ഞാനിപ്പോ എത്തിയിട്ടുള്ളൂ ചേച്ചി. എടി പെണ്ണെ, നീ ഇതിനാണോ കിടന്ന് കറിയേ? എന്റെ നല്ല ജീവൻ അങ്ങ് സ്വർഗത്തിലെത്തി കർത്താവേ. അല്ല സോഫി, എവിടെ നിന്റെ ഇച്ഛനും കൊച്ചും? അവര് വന്നില്ലേ? അവര് ഇതാ വരുന്നു. വാവേ, ചുറ്റിട്ടും എവിടെ ചേച്ചിനെ നോക്ക്. റൂമിന് പോലുണ്ടല്ലോ കൊച്ചിനെ കാണാൻ. അതെ, ചായ. വാ, നിങ്ങൾ കയറിയിരിക്കാത്ത. പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളെ ഞങ്ങൾ ഇപ്പോഴൊന്നും വിടില്ല. എവിടെ ആൺകൊച്ചുങ്ങളൊന്നും കാണാനില്ലല്ലോ. എല്ലാവരും മുകളിലുണ്ട്. കുക്കിമാൻ വീണിട്ട് കാലിന് ചെറുങ്ങനെ പരിക്കുണ്ട്, അതുകൊണ്ട് മുകളിൽ കിടക്കുക. അയ്യോ കർത്താവേ, എന്ത് പറ്റി എന്റെ കൊച്ചിന്? അയ്യോ, റോബി കുഞ്ഞിനെ കൊണ്ട് അവരെ കാണാൻ മുകളിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം, ഇതേതായാലും ഈ കൊച്ച്, ഇത് എന്റെ ആന്റിയുടെ കൊച്ചാ, അതായത് മമ്മന്റെ അനിയത്തിന്റെ കൊച്ച്. വാമി, എടി പിന്നെ നീ നാളത്തെ അസൈൻമെന്റ് ചെയ്തോ? ഇല്ല, വാ ചെയ്യാം. ഞാൻ എന്നാ വാഷ്റൂമിൽ പോയിട്ട് പോരെ. അനു, എനിക്കൊരു ഡൗട്ട്, ഞാനൊന്ന് സീനിയർ സാറിനോട് ചോദിച്ചിട്ട് വരെ. അല്ല മോളെ, എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇതുപോലത്തെ ഓരോരോ ഡൗട്ടുകൾ. അത് പിന്നെ ഡൗട്ടൊക്കെ വന്ന് തീർക്കണ്ടേ? മാറിക്ക്, ഞാൻ ഡൗട്ട് തീർക്കട്ടെ പോയിട്ട്. അനു, ഇങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പിരിഞ്ഞു. ഭാവി, ഇവിടെ ഇരുന്ന് ചാച്ചൻ പാട്ട് പഠിക്കാം. റെഡി, 1 2 3. ഞാനാ ലുട്ടാപ്പി, കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി, കിടവുകളും എന്നെ കണ്ട് പേടിക്കും. അമ്മേ, കർത്താവേ, നാണം കെട്ട്. ചിരിച്ചോ. വല്ലതും പറ്റിയോ? എന്ത് പറ്റാൻ? ചെറുതായിട്ട് കാലൊന്ന് തട്ടി, അത്രേ ഉള്ളൂ. സൂക്ഷിച്ച് എവിടെ ഇരിക്കും. എന്റെ ബാഗിലൊരു വേദനയ്ക്ക് തേക്കുന്ന ക്രീമുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. എക്സ്ക്യൂസ് മീ, എനിക്ക് അകത്തേക്ക് വരാൻ പറ്റുമോ? ഓ, വന്നോ? ഇന്നിന് എന്താണോ ഡൗട്ട്? അത് പിന്നെ വേദനയൊക്കെ മാറിയോ? അതാണോ തന്റെ ഡൗട്ട്? വേദനയൊക്കെ മാറിയതുകൊണ്ടല്ലേ ഞാനിപ്പോ നിൽക്കുന്നത്. താൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനെന്നാ പോട്ടെ. ശരി എന്നാ. കാലവാടക കുറച്ചേരം നിൽക്കാനായിട്ട് പറഞ്ഞൂടെ? അല്ലെങ്കിൽ വേണ്ട, ഇത്രയും ദിവസം നോക്കി എൻ്റെ താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞൂടെ? അല്ലെങ്കിൽ ആർക്കാണോ അങ്ങനെ താങ്ക്സ്? കാട്ടുമയില്. ടെസ, മമ്മ വീട്ടിലേക്ക് പെടുന്ന ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? എന്നാലും ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. മമ്മ, നിങ്ങൾ പോയി കേട്ടോ, ഞാനില്ല. എനിക്ക് കുറച്ച് ക്ലബിൻ്റെ വർക്ക് ചെയ്ത് തീർക്കണ്ട്, അത് നാളത്തേക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും. അല്ലേടി, അപ്പം നിനക്ക് കണ്ടേ ഫംഗ്ഷനൊന്നും? മോളെ, അതൊക്കെ വന്നിട്ട് ചെയ്താൽ പോരെ, ടൈമില്ല ഇനിയും. അല്ല മമ്മ, നാളത്തേക്ക് ഇത് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ. ഞങ്ങളോട് ചെല്ലുമ്പോൾ പപ്പ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളായിരിക്കും ചീത്ത പറയാം. അതൊന്നും മമ്മി പേടിക്കണ്ട, പപ്പയോടെ ഞാൻ പറഞ്ഞോളൂ. ഞങ്ങൾ വരാം, ചിലപ്പോൾ കുറച്ച് ലേറ്റായി നിന്നിരിക്കും. നീ ഫുഡ് കഴിച്ച് കിടന്നുണ്ട് കേട്ടോ. ഞങ്ങൾ സ്പെയർ കീസ് യൂസ് ചെയ്യാണ്ട് കയറിക്കോളും. അപ്പോൾ ചേച്ചി വരുന്നുണ്ടോ? അവളോട് നിർബന്ധമായിട്ട് വരണമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വലിച്ചോണ്ട് പോവുക. ചേച്ചി ഇന്നെങ്കിലും ഒന്ന് പുറത്തിറങ്ങല്ലോ. എന്നാ ശരി. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ അവരുടെ പരിപാടി? ചാച്ച, ഇതെപ്പോ വന്ന്? ഞാനിപ്പോ വന്നേള്ളൂ മോളെ. പപ്പയും മമ്മയ്ക്ക് എന്തി? അയ്യോ, പപ്പയും മമ്മയെ അന്വേഷിച്ചു വന്നെങ്കിൽ അവരാരും ഇവിടെ ഇല്ല, എല്ലാവരും ഫംഗ്ഷന് പോയി. അപ്പൊ ഇവിടെ ഇല്ലേ? ഇല്ല, മമ്മയും പപ്പയും നിർബന്ധിച്ച് ചേച്ചീനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. ഓ, കുറെ നേരമായോ അവര് പോയിട്ട്? ഒരമണിക്കൂറായി കാണും ചാച്ചാ. എന്തേ മോളെന്താ പോവാഞ്ഞേ? പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആദ്യം ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുമ്പോൾ ടൈം കിട്ടില്ല പോയി വരുമ്പോഴത്തേക്കും, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ഒക്കെ നിന്നതാ. ചാച്ചനോട് സംസാരിച്ച സമയം പോയി തന്നെയില്ല. ചാച്ചൻ ഇരിക്കും, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. ഇതുപോലത്തെ ഒരു അവസരം എനിക്ക് കിട്ടാനില്ല.
ഇതാ ചാച്ച കുടിക്കേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ആ ഞാൻ കുടിക്കാം. മോള് പോയി കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് വരുമോ? ഐസ് ക്യൂബ്സ്, ഒരു മിനിറ്റ്. ഇതാ ചാച്ച. മോളും കുടിക്കേ. ഞാൻ കുടിക്കാം, ചാച്ചൻ കുടിക്കേ. ഇത് കുടിച്ചപ്പോ തലക്ക് എന്ത് പിടിച്ചതുപോലെ. മോളെ പിന്നെ എന്തൊക്കെയാ ബാക്കി വിശേഷങ്ങളൊക്കെ? എന്ത് പറ്റി ചാച്ച? ചാച്ചന് പോകാൻ ടൈമായില്ലേ? അതെങ്ങനെ ഞാൻ ഇപ്പൊ പോവാ? കുറെ നാളുകൊണ്ടുള്ള എന്റെ ആഗ്രഹല്ലേ നിന്നെ ഒന്ന് സ്വന്തമാക്കാൻ. ഇപ്പോ അങ്ങനത്തെ ഒരു അവസരം വന്നാ ഞാൻ എങ്ങനെയാ അപ്പൊ വിടുക? ചാച്ചൻ എന്താ ഉദ്ദേശിക്കുന്നേ? സോ സിമ്പിൾ. ചാച്ചൻ പോയിക്കോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് കുറച്ച് കിടക്കണം. മോള് കിടന്നോ? ചാച്ചന് നല്ല ക്ഷീണമുണ്ട്, വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ചാച്ച വിട്, എന്താ കാണിക്കുന്നേ? വിടാൻ. ഒന്ന് അടങ്ങും മോളെ, ഞാനും തുടങ്ങിയില്ലല്ലോ, അപ്പഴത്തേക്ക് എങ്ങനെ വിടാനൊക്കെ പറഞ്ഞ? ചാച്ച വിടാനാ ഞാൻ പറഞ്ഞത്. എന്റെ സ്വഭാവം ചാച്ചനെ നന്നായിട്ട് അറിയാവുന്നല്ലേ. എന്റെ തല. അതെനിക്കറിയില്ലേ, അതുകൊണ്ടല്ലേ എന്റെ മോക്ക് ഞാൻ സ്ലീപ്പിംഗ് പൗഡർ ജ്യൂസ് കലക്കി തന്നെ. നിന്നെ അങ്ങനെ ഇങ്ങനെ മരിക്കാൻ പറ്റില്ലെന്ന് ആദ്യം അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ പണി തന്നെ ഒപ്പിച്ചത്. എന്ത്? നിങ്ങളെന്നെ ചതിക്കായിരുന്നു ഞങ്ങളെല്ലാവരെയും. നിങ്ങൾക്കൊരു മോളല്ലേ, എന്നിട്ടാണോ എന്നെ ഇങ്ങനെ? അവളെ ഞാൻ എന്റെ വീട്ടിൽ ആസ്വദിക്കാൻ വെച്ചതല്ലേ. എന്ത് മനുഷ്യനാണോ താനൊക്കെ? വീടന്നെ എന്നെ ഒന്നും. എന്റെ തല കറങ്ങുന്ന വീട്. ഒന്ന് അടങ്ങ് പെണ്ണെ, നോക്ക്, നീയായിട്ട് തരികയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. ഇനി ഞാൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് വേദന സഹിക്കേണ്ടി വരും. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ആരെ ഈ സമയത്ത്? ഇനി അവരൊക്കെ തിരിച്ചു വന്നോ? താനാരാ? ഞാൻ ടെസ്സിന്റെ ഫ്രണ്ടാ. ഈ നോട്ട് നമുക്ക് കൊടുക്കാൻ വന്നതാ. അനുവിന്റെ കയ്യിലിരുന്നേ, അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞവള്. അങ്കിളാരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ടെസ്സിന്റെ ചാച്ചനാ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതാ ടെസ്സല്ലേ ഇവിടെ? ഉണ്ട്. അവർക്ക് തീരെ വയ്യാന്ന് പറഞ്ഞ് കിടക്കുക. മോനാ നോട്ടിങ്ങതാ, ഞാൻ കൊടുത്തോളാം. ഇതാ. പിന്നെ കിച്ചു ഇല്ലേ ഇവിടെ? ഇല്ല, ഇവിടെ ഞാനും ടെസ്സിയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും പുറത്ത് ഫംഗ്ഷന് പോയതാ. എന്നാ ശരി അങ്കിൾ. ഒരു മിനിറ്റ് അങ്കിൾ, എനിക്ക് കിച്ചണിൽ ഞാൻ സാധനം എടുക്കാണ്ടായിരുന്നു. അത് റൂമിൽ വെച്ചിട്ടുണ്ടാവും, ഞാൻ അത് എടുക്കുന്നുണ്ടേ. അതുപോലെ റൂമിൽ ടെസ, എടോ ടെസ, ഒന്ന് എഴുന്നേറ്റേ. ടെസ, എടോ ടെസ, ഇത് ഞാനാ, ജേക്കയാ. എടോ എഴുതേക്ക്. ടെസ, നിനക്കെന്റെ പെണ്ണിനെ തന്നെ തൊടണായിരുന്നില്ലേ? നീ കൈ കൊണ്ടല്ലേ അവളെ തൊടാൻ നോക്കിയേ, ഇനി കൈകളൊന്നും നിനക്ക് വേണ്ട. അങ്ങനെ ടെസയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. മോനെ, എന്റെ മോള്, അവക്കെന്താ പറ്റി? അമ്മ കരയുന്നമ്മ, അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. നീ ഒന്ന് സമാധാനിക്ക്, നമ്മുടെ മുഖമൊന്നും സംഭവിക്കില്ല. മോനെ, അവക്കിപ്പോ എങ്ങനെയുണ്ട്? എന്താ സംഭവിച്ചതെന്നൊന്ന് പറയൂ. അതങ്കിള് ജെകെ അവിടെ നടന്ന കാര്യം വള്ളി തെറ്റാതെ എല്ലാം അവരോട് പറയുന്നു. ഇങ്ങനെ ഒരാൾ കുടുംബത്തിലുള്ള കാര്യം ആലോചിക്കുമ്പോ. മോനെ, എന്നിട്ട് അയാളെവിടെ? അയാളെ ഞാൻ അർഹതപ്പെട്ട സ്ഥലത്താക്കിയിട്ടുണ്ട്. ആന്റി, ഇനി അതിനെ കുറിച്ച് ആലോചിക്കണ്ട. അമ്മോ, കിച്ചു എവിടെയാ? അത് പിന്നെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമ്മു അല്ല, ഞാൻ അമ്മൂസൻ. അല്ല, യസ എന്ന എൻ്റെ പേര്. ഞാനും അമ്മ ഒരേപോലെ ഉണ്ട് കാണാൻ, അതുകൊണ്ട് പലർക്കും ഞങ്ങളെ മാറിപ്പോകും. സോറി, എനിക്കറിയില്ലായിരുന്നു. താൻ സോറി ഒന്നും പറയണ്ട. അമ്മും കിച്ചും താഴെയുണ്ട്. സാർ, പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്. ഉറങ്ങാനുള്ള എന്തോ മരുന്നിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് പേഷ്യന്റിന് ബോധം വരാൻ കുറച്ച് സമയം എടുത്തത്. ഇപ്പോൾ ഒരാൾക്ക് വെച്ച് കയറി കാണാം. ഒരു ദീർഘശ്വാസം വലിച്ചുകൊണ്ട് ടെസ്സിൻ്റെ അമ്മ അവളെ കാണാൻ പോയി. മോളെ, മമ്മ, ഞാനിവിടെയാ. നെഞ്ചു പിളരുന്ന വിഷമത്തോടെ ടെസ്സിയോട് അവരെല്ലാം പറയുന്നു. പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ടെസ്സിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അമ്മ, എനിക്ക് ജയിക്കാനെന്ന് കണ്ടിന്യൂ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞാൻ ആ മോനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം.
നെഞ്ചിൽ കുറ്റബോധത്തിന്റെ അലകൾ അടിക്കുകയാണെങ്കിലും ആ അമ്മ ജേക്കിനോട് ടെസ്സിനെ കാണാൻ വേണ്ടി പറയുന്നു. ടെസ, താൻ ഓക്കെ അല്ലേ? ജേക്കി, താങ്ക് യു. തന്നോട് ചെയ്തു തന്ന ഉപകാരത്തിന് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. ഒരു പക്ഷേ താൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ... ഏയ്, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? അങ്ങനെയൊന്നും നടക്കില്ല. ശരിക്കും എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെയൊക്കെ, മറ്റൊരാളുടെ കൂടെ, അതും ഇങ്ങനെയൊക്കെ. ഇതാണോ എൻ്റെ വിധി? ഏയ്, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? തനിക്കറിയില്ലായിരുന്നല്ലോ അയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. അതൊക്കെ കഴിഞ്ഞ കാര്യം. ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ജേക്കി, തനിക്ക് അങ്ങനെ പറയാം. എൻ്റെ ലൈഫിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. എന്താടോ, തനിക്ക് വിശ്വാസമില്ലല്ലേ? ശരിയാ, പണ്ടൊരിക്കലും എനിക്കിതുപോലൊന്നും സംഭവിച്ചായിരുന്നു. അന്ന് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ പൊട്ടത്തരത്തിന് അമ്മയുടെ അപ്പൻ്റെയും ജീവന് വേണ്ടി ഞാൻ അങ്ങനെ മുന്നിൽ അങ്ങനെ അയാൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ അമ്മൂസേച്ചിൻ്റെ ക്ലാസ് നേരത്തെ കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. ഇതിനെതിരെ ചെറുത്ത് നിൽക്കാൻ ഞാൻ ഫൈറ്റിംഗ് സ്കിൽസ് എടുത്തു. എന്നിട്ട് എന്ത് പ്രയോജനം? ഇതുപോലെ ഓരോന്നും കളിക്ക് തന്നാ പോരെ? ഇപ്പൊ എനിക്ക് മരിക്കാനാ തോന്നുന്നേ. ഏയ്, താൻ എന്തൊക്കെയായി പറയുന്നത്? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് അതൊക്കെ വീട്. തനിക്ക് തണലായി ഞാനില്ലേ? പിന്നെ ഈ അവസ്ഥയിൽ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, തനിക്ക് എൻ്റെതായി കൂടെ? എൻ്റെ ജീവന്റെ പാതിയായി തനിക്ക് എൻ്റെ കൂടെ വന്നൂടെ? ജേക്കി, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തനിക്ക് പറ്റിയൊരു പെണ്ണെയല്ല ഞാൻ. ഇനി എൻ്റെ ജീവിതകഥ കേട്ട് സഹതാപത്തോടെയാണെങ്കിൽ അത് വേണ്ട. ഈ അവസ്ഥകളൊക്കെ കേട്ടിട്ട് എന്നെ തലയിലെടുത്ത് വെച്ചാൽ പിന്നെ അതൊരു ബാധ്യതയായി തീരും. ഇത് തന്നെ ഈ അവസ്ഥ കണ്ടിട്ടും കേട്ടിട്ടും പറയല്ല. ശരിക്കും എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇത് ഈ നിമിഷം പൊട്ടി വിളിച്ച പ്രണയമല്ല. 3-4 ദിവസമായി താൻ എൻ്റെ മനസ്സിൽ കയറിയിട്ട്. തന്നോട് ഇത് തുറന്നു പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവുമെന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയാഞ്ഞത്. ഞാൻ ചോദിക്കുക, തനിക്ക് എന്നെ ഇഷ്ടമാണോ? സാറില്ല, തനിക്ക് തൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്നാ ശരി, ഞാൻ പോവാ. ജേക്കി തിരിഞ്ഞതും ടെസ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ ചുണ്ടുകൾ തൻ്റെതാണെന്ന പോലെ അവൾ അവന്റെ ചുണ്ടുകളെ സ്വന്തമാക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ കുറച്ചു നേരം പകച്ചു നിന്നവൻ പിന്നീട് അവനും അതിലേക്ക് ആഞ്ഞമർന്ന് അവളുടെ ചുണ്ടിനെ സ്വന്തമാക്കി. കുറച്ചു നേരത്തെ പ്രകടനത്തിന് ശേഷം ടെസ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ഉത്തരം കേൾക്കാതെ അങ്ങ് പോവാണോ? എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നാലും എനിക്കത് നിന്റെ വാഗൊണ്ട് തന്നെ കേൾക്കണം. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടമാണ്. ഞാനും തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പിന്നെ എൻ്റെ ഈ അവസ്ഥ കേൾക്കുമ്പോൾ താൻ എന്നെ ഉപേക്ഷിച്ചാണെന്ന് കരുതി. അങ്ങനെ തന്നെ ഉപേക്ഷിക്കുന്നു കരുതിയോ താൻ? ആദ്യമായിട്ട് എനിക്കൊരു കുട്ടീനെ ഇഷ്ടമായത്. അപ്പോൾ എങ്ങനെയാ തന്നെ ഞാൻ വിട്ടുകൊടുക്കുക? ഞാൻ ഇനി ആർക്കും തന്നെ വിട്ടുകൊടുക്കില്ല. എൻ്റെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടാവും താൻ. ഇപ്പം എനിക്ക് ജീവിക്കാൻ തന്ന എൻ്റെ അച്ഛൻ്റെ കൂടെ ഈ ജീവിതകാലം മൊത്തം. ഇപ്പം എന്താ വിളിച്ചേ? ഒന്നുകൂടി വിളിച്ചേ. ഇച്ചായ. എന്തോ മുത്തേ, അത് കേട്ടാ മതി. അയ്യോ, ടൈം പോയത് അറിഞ്ഞില്ല. ഞാനെന്നാ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. ഇനി അവർക്ക് വല്ലതും സംസാരിക്കാനുണ്ടാവും. അപ്പോൾ ഇച്ചായം പോട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ബൈ. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എക്സ്ക്യൂസ് മീ സർ, മാഡം, പേഷ്യൻറ്റിനെ 2 മണിക്കൂറിന് ശേഷം ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാ എൻ്റെ ഞങ്ങളും വീട്ടിലേക്ക് പോയിക്കോ. ടെസ്സിനെ ഞാൻ ഡ്രോപ്പ് ചെയ്താം. അയ്യോ മോനെ, അത് വേണ്ട. ഇപ്പൊ തന്നെ മോൻ ചെയ്തെന്ന് ഉപകാരത്തിന് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല. ഇതിന്റെ പിന്നാലെ നടന്ന് മോൻ ഒരുപാട് സമയം പോയിട്ടുണ്ട്. വീട്ടില് മോനെ തിരക്കുന്നുണ്ടാവില്ലേ? മോൻ പോയിക്കോ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അവളെ. അത് കുഴപ്പമില്ല. അല്ല, ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു ഇന്ന് കുറച്ച് ലേറ്റ് ആവുന്നു. പിന്നെ ഇവിടുത്തെ ഡോക്ടർ എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവന്നോളാം. നിങ്ങൾ പോയിക്കോ. എന്തായാലും ഞങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആവുള്ളൂ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ പിന്നെ മോനെ കിച്ചു, നീ ഇവിടെ നിൽക്ക്. 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. മാമ, ഒരു മിനിറ്റ് ആൻറ്റി, എനിക്കൊരു കോൾ ചെയ്യാണ്ടായിരുന്നു. ജെകെ അതും പറഞ്ഞ് അവർ കാണാത്ത രീതിയിൽ അങ്ങോട്ട് മാറി നിന്ന് കോൾ ചെയ്യുന്നു. ഇവനെന്തിനാ എന്നെ കോൾ ചെയ്യുന്നേ? ഹലോ, എന്താടാ? എടാ മെല്ലെ പറയടാ. എടാ, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ പ്ലീസ്? ഒരു കാര്യം പറയാനാ. ഇവനെന്തൊന്ന് ഇവിടുന്ന് പറഞ്ഞൂടെ?
കിച്ചു നമ്മുടെ ചേക്കനെ കാണാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്തുവാടാ നിനക്ക് ഇത്ര അടുത്തുണ്ടായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ വരാൻ പറയുന്നോ? എടാ അത് പിന്നെ എനിക്ക് നിന്നോടൊരു അർജൻറ്റ് കാര്യം പറയാണ്ടടാ. എടാ പ്ലീസ് ഇവിടെ എടുത്ത് എൻ്റെ കൂടെ ഉണ്ടാവണം. എടാ നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവില്ലേ, നീ പറയടാ. എടാ അത് പിന്നെ ഞാൻ കൊണ്ടുവന്നോളാം അവളെ, പ്ലീസ് എടാ. അതെന്താടാ ഒരു പ്രത്യേകത? എടാ അത് പിന്നെ ഒരു 20-25 മിനിറ്റ് മുമ്പ് ഞങ്ങളൊന്ന് ചെറുതായിട്ട് സെറ്റായി. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാടാ. ഓ അതായിരുന്നോ? അതിനെന്താ? എന്തോന്നാടാ നീ ഇപ്പോൾ പറഞ്ഞേ? എടാ പ്ലീസ് ഡാ, മറുത്തൊന്നും പറയില്ലടാ. രണ്ടിനം പ്രാവുകളുടെ ഹൃദയങ്ങളെ പിടിച്ചാൽ നിനക്ക് പ്രേമശാപം കിട്ടടാ. അതേതാ പുതിയൊരു ശാപം? നീ കേട്ടിട്ടില്ല അതുപോലത്തെ ശാപം? എന്നാൽ അങ്ങനത്തെ ഒരു ശാപമുണ്ട്. എടാ പ്ലീസ് 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 ഡാ. ആഹാ, കാമുകിയായിട്ട് സംസാരിക്കാൻ കാമുകിയുടെ സഹോദരനോട് സഹായം ചോദിക്കുന്ന കാമുകൻ. എന്താടാ നീ കളിയാക്കാണോ? എടാ പ്ലീസ് എടാ. ഇവനൊരു പേടിയില്ലെന്ന് എന്നോട് പറഞ്ഞ് ഞാനറ്റായി പറയുന്നെങ്കിലോ എൻ്റെ അവസ്ഥ. ഞാൻ നോക്കട്ടെ. ഓ എൻ്റെ ചക്കര, താങ്ക്സ് ഇടാ. വേണ്ട വേണ്ട, ഇത് അവക്കുള്ളതാ, ഞാൻ നിനക്ക് തരില്ല. ഡാഡാ അവളുടെ ചേട്ടൻ ഞാനെന്നാണ് ഒരു വിചാരം ഉണ്ടോ നിനക്ക്? പിന്നെ അതില്ലാതിരിക്കുമോ? നീ വേമ്പയ്ക്ക് ശരി, ഇതാ പറയുന്ന കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്ന. അപ്പൊ നീ സമ്മതിച്ചോ നീ കഴുതിയാന്ന്? ഓഹോ ഇപ്പൊ അങ്ങനെ ആയില്ലേ? എന്നിട്ട് സ്ഥലം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. എടാ ചക്കരയല്ലടാ പ്ലീസ്ഡാ. അതും പറഞ്ഞ് നമ്മുടെ കിച്ചു അങ്ങോട്ട് പോയി. പിന്നാലെ നമ്മുടെ ചേക്കി. അമ്മ പപ്പ, എനിക്ക് ഇപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യണമെന്ന്, ഇമ്പോർട്ടൻ്റാണ്, മിസ് ചെയ്യാൻ പറ്റില്ല എന്ന്. മമ്മ പേടിക്കണ്ട, ഇവൻ ടെസ്സിനെ കൊണ്ടുവന്നോളൂ. ആണോ? മോനൊരു ബുദ്ധിമുട്ടില്ലല്ലോ? മോൻ കൊണ്ടുവരില്ലേ? പിന്നെ അത് ഉറപ്പല്ലേ, ഞാനല്ലാതെ വേറെ ആരും അവളെ കൊണ്ടുവരും. അല്ല ഞാൻ കൊണ്ടുവന്നിരിക്കും ഉറപ്പാ. ആ കല ഇപ്പോൾ അടച്ചേനെ, അതപ്പോൾ ഇപ്പം തന്നെ തീരുമാനമായി കിട്ടിയേനെ. അതും മനസ്സിൽ വിചാരിച്ച് അവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. അതേ നിമിഷം നമ്മുടെ ചേക്ക് ഒരൊറ്റ കസിൻ ഡോക്ടറുടെ അടുത്തേക്ക്. അല്പസമയത്തിനകം നമ്മുടെ ചേക്ക് എന്തോ കീഴടക്കിയ സന്തോഷത്തിൽ ടെസ്സിനെ കാണാൻ വരുന്നുണ്ട്. ഹോയ്, ഇവിടെ കേൾക്കാനാണോ തീരുമാനം? എനിക്ക് പോവാം. അതിന് 2 മണിക്കൂർ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഡിസ്ചാർജ് ഒക്കെ വാങ്ങണ്ടേ? ഡിസ്ചാർജ് ഒക്കെ ഞാൻ എപ്പോഴേ വാങ്ങിയില്ലേ. ഇവിടുത്തെ ഡോക്ടർ എൻ്റെ കസിൻ ബ്രദറാ, പുള്ളിയുടെ ലവ് മാരേജാ. അപ്പോൾ പുള്ളി നമ്മുടെ കാര്യത്തിൽ ഫുൾ സപ്പോർട്ടാ. അത് ശരി, ഇതിനിടയിൽ നീ എല്ലാവരോടും പറഞ്ഞോ നമ്മുടെ കാര്യം? എല്ലാവരോടും ഒന്നും പറഞ്ഞില്ല, ഡോക്ടറോടും പിന്നെ കിച്ചുവിനോടും. കിച്ചനോട് പറഞ്ഞു? കർത്താവേ, ഇനി ഇത് മതിയോ തണ്ടേക്ക് നോക്കാൻ? എന്നാ പോയാലോ? കുറെ നേരമായില്ലേ? ഒരു മിനിറ്റ്, ഞാൻ നോക്കിയേ. എന്ത് രസമല്ലേ പൂർണ്ണതിൽ അവനെ കാണാൻ. ശരിയാ, എന്നെ പറയണ്ടില്ലേ? പോടാ ജേക്കി. I love you more than anything. I love you too, Tessa. ബാ പോവാ. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു.